കുറച്ചു കാലമായി ബീഡൻ കേരളത്തിൻ്റെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബീഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺ മുരളീദാസ്, അദ്ദേഹത്തിനെ വിവാദങ്ങളിൽ ചെന്നുപെടാനുള്ള കാരണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പല സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അദ്ദേഹം പാട്ട് പാടുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. സാധാരണ ഉപദേശങ്ങൾ ലഹരിയൊന്നും ഉപയോഗിക്കരുത്, നല്ല കുട്ടികളായി ജീവിക്കണം, സമൂഹത്തിന് മാതൃകയാകണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉപദേശം കൊടുക്കും. അപ്പോൾ വിവാദം അത് അല്ല. അതിനുശേഷം വന്ന വിവാദം എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ രാസലഹരി കൈവശം വച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് വനം വകുപ്പ് പുലിപ്പല്ല് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വന്നപ്പോൾ അത് നീതികേടാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജാതി കാർഡ് ഉയർത്തുന്ന ഒരു പതിവ് കേരളത്തിലുണ്ട്. അപ്പം മാധ്യമങ്ങളും നല്ല രീതിയിൽ അതിനെ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കും. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനാണ് സംവരണമുള്ളതും ജാതിയുള്ളതും. അതെല്ലാം ആവശ്യമാണ്. കാരണം അവരെ മുന്നോട്ട് കൊണ്ടുപോരണം, അർഹതപ്പെട്ട കൈകളിൽ അതെത്തിച്ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പൊതുസമൂഹത്തിൽ ഒരുപോലെ കൊണ്ടുവരണം. കാരണം കുറേ ആൾക്കാർ ഉയർന്നു പോയാൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൂടി കൈപിടിച്ച് അവനെ ഉയർത്തിക്കൊണ്ടുവരണം. പക്ഷെ അത് വളരെ ശരിയുമാണ്. നമുക്കറിയാം, അപ്പോൾ ഈ ബീഡൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ ബീഡൻ ഇങ്ങനെ വിവാദങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, പല ഭാഗത്തായിട്ട് ആളുകൾ ചേരി തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരം. അപ്പോൾ അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൽ പെട്ട ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം വരുന്നു അല്ലെങ്കിൽ കേസെടുത്തു എന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണമെന്ന് പറയുന്നത്, അത് പോലീസ് ചെയ്യേണ്ട ജോലി പോലീസ് ചെയ്യുന്നു. അപ്പോൾ രാസലഹരി കൈവശം വഹിക്കുന്നത് വലിയ കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ ഇത് വാക്കുകളും പ്രവൃത്തികളും രണ്ടായി പോകുന്നതും സഭ്യമല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുന്നതും. നമുക്കറിയാം, സഭ്യമല്ലാത്ത ഭാഷകൾ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ്, രാസലഹരികളിലൊക്കെ ഉന്മാദമായപ്പോൾ പിന്നെ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായി മാറും. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ള ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇങ്ങനെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അതും ഒരുപാട് വിവാദം. ഇങ്ങനെ ഒരാളിൻ്റെ പാഠഭാഗം കുട്ടികൾ പഠിക്കുന്നത് ശരിയാണോ എന്ന്, അത് ശരിയും തെറ്റുമൊക്കെ സർക്കാരാണ് നിശ്ചയിക്കേണ്ടത്. അവരുടെ അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ശരിയും തെറ്റുകളൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ അതല്ല വിഷയം. ഏറ്റവും പുതിയതായി വന്നത് 31കാരിയായ ഒരു യുവ ഡോക്ടർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുക്കുകയാണ്, ബീഡൻ തന്നെ നിരന്തരം പീഡിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ആ കേസ് നടക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസവും ഒളിവിലാണ്. ഒരു മുൻകൂർ ജാമ്യം നിഷേധിച്ച് അദ്ദേഹം ഒളിവിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ പെൺകുട്ടി, ആ യുവ ഡോക്ടർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ ASI പ്രീതയോട്, കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അത് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് വനിതാ പോലീസ് ഓഫീസറായിരിക്കും ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അവരോട് രേഖപ്പെടുത്തിയ മൊഴികൾ വളരെ ഞെട്ടിക്കുന്നതാണ്. മജിസ്ട്രേറ്റിനും മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ നിരന്തര പീഡനത്തിന് ഇടയായിട്ടുണ്ട് വർഷങ്ങളായി. അപ്പോൾ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ താമസിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ പരാതി കൊടുത്തില്ല എന്ന് ASI ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, താൻ ബീഡനെ അഗാധമായി സ്നേഹിച്ചു, പലതവണ പണമായിട്ട് സഹായിച്ചു, ഒരുപാട് സ്നേഹിച്ചു. എനിക്ക് ബീഡനെ അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാനുള്ള ഒരു മാനസിക സ്ഥിതി എനിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ ബീഡൻ വരും എന്ന് പറഞ്ഞാണ് ഞാൻ കാത്തിരുന്നത്. വീണ്ടും ബീഡനെക്കുറിച്ചുള്ള പല പ്രശ്നങ്ങളും അറിഞ്ഞപ്പോൾ പല പെൺകുട്ടികളുടെയും വെളിപ്പെടുത്തൽ വന്നു എന്നുള്ളത്
അതുകൊണ്ട് മാനസികമായി തകർന്നുപോയി. ആ മാനസികമായി തകർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൊഴി കൊടുക്കുവാൻ വന്നത്. അപ്പോൾ നമുക്കറിയാം, കലാരംഗത്ത് നിൽക്കുന്ന കലാകാരൻ ആരായാലും അവരാദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കലാകാരനെ ഒരു സമൂഹം ആരാധിക്കുന്ന അവൻ്റെ കലയാണ്. അപ്പോൾ ആ കലാകാരൻ സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം എപ്പോഴും നന്മയുടെ സന്ദേശമാണ്. അവൻ തന്നെ എല്ലാ കാര്യങ്ങളും തിന്മ ചെയ്തുകൊണ്ട് നന്മയുടെ വിളംബരം നടത്തിക്കഴിഞ്ഞാൽ വാക്കും പ്രവൃത്തിയും രണ്ടായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒട്ടും ആശാസ്യകരമല്ല. കലാകാരൻ്റെ നമുക്കറിയാം നമ്മളൊരാളിനെ നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം ഒരുപാട് ജീനിയസായ കലാകാരന്മാർക്ക്, കവികൾക്ക്, നോവലിസ്റ്റുകൾക്ക്, ലോകപ്രശസ്തരായ എഴുത്തുകാർക്ക് ജന്മം കൊടുത്ത നാടാണ്. അപ്പോൾ ആ ജന്മം കൊടുത്ത നാടിൽ അവരാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവൃത്തികൾ നല്ലതല്ലാതായിരുന്നിട്ട് നമ്മൾ എന്ത് എഴുതിയാലും എന്തു പാടിയാലും എന്തു പറഞ്ഞാലും അതിൽ കാര്യമില്ല. എല്ലായ്പ്പോഴും നമ്മൾ ജാതി കാർഡ് മാത്രം ഉയർത്തിക്കാട്ടി രക്ഷപ്പെടാൻ നിൽക്കുന്നത് ഒരിക്കലും ആശാസ്യകരമല്ല. കടമെന്ന് പറയുന്നത്, നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത്, ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഒരു സമൂഹത്തിന്, അവനൊരു കലാകാരനാണെങ്കിൽ അവൻ കലയുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിന് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ, സമൂഹത്തിനെ നേർവഴിക്ക് നയിക്കുവാനുള്ള കാര്യങ്ങളായിരിക്കണം അവൻ സമൂഹത്തിന് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് വലിയ ദോഷകരമായി പരിണമിക്കും.